നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഓമനപ്പുഴ കുടിയാംശ്ശേരി വീട്ടിൽ ജോസ്മോന്റെ മകൾ 28 വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. എടത്വ ചക്കിടിക്കാട്ടിൽ ATM തകർത്ത് കവർച്ച നടത്താൻ ശ്രമം നടന്ന സ്ഥലത്ത് പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തി. ജൂലൈ 9 ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കുന്ന മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ഹീറ്റ്സും ട്രാക്കും നിശ്ചയിച്ചു. ചൊവ്വാഴ്ച നെടുമുടി പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാപ്റ്റൻസ് ക്ലിനിക്കും ഹീറ്റ്സ് ട്രാക്കും നറുക്കെടുപ്പ് നടത്തിയത്. കായംകുളം നഗരസഭയിൽ അംഗനവാടി നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയും BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തയ്യൽ ജോലി ചെയ്ത ഉപജീവനം നടത്തുന്ന നിർധനരായ ഭിന്നശേഷി ദമ്പതിമാർക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ജപ്തി നോട്ടീസ്. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഓമനപ്പുഴ കുടിയാംശ്ശേരി വീട്ടിൽ ജോസ്മോന്റെ മകൾ 28 വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഓമനപ്പുഴ കുടിയാംശ്ശേരി വീട്ടിൽ ജോസ്മോന്റെ മകൾ 28 വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഏഞ്ചൽ ജാസ്മിനെ മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ചെട്ടിക്കാട് ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പിതാവ് ജോസ്മോൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ജോസ്മോൻ മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചൊവ്വാഴ്ച രാത്രി കഴുത്തിൽ തോർത്തുമുറുക്കിയാണ് ജാസ്മിനെ കൊലപ്പെടുത്തിയതെന്ന് ജോസ്മോൻ മൊഴി നൽകി. ആലപ്പുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ലാബ് ടെക്നീഷ്യയായി ജോലി നോക്കി വന്നിരുന്ന ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ നിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒരു സഹോദരിയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച സംസ്കാര ചടങ്ങുകൾ നടക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. എടത്വ ചക്കിടിക്കാട്ടിൽ ATM തകർന്ന് കവർച്ച നടത്താൻ ശ്രമം നടന്ന സ്ഥലത്ത് പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 2:00-ഓടെയാണ് ഫെഡറൽ ബാങ്ക് പച്ച ചക്കിടിക്കാട് ശാഖയിലെ ATM തകർത്ത മോഷണശ്രമം നടന്നത്. കവർച്ചാ സമയത്ത് ബാങ്ക് ഹെഡ് ഓഫീസിൽ വിവരം ലഭിച്ചതോടെ ബാങ്ക് അധികൃതർ പോലീസുമായി ബന്ധപ്പെട്ടു. പോലീസ് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നിരുന്നു. പോലീസ് ബാങ്ക് ജീവനക്കാരെ വിളിച്ചു വരുത്തി CCTV ദൃശ്യം പരിശോധിച്ചു. റെയിൻകോട്ട് കൊണ്ട് ശരീരം പൂർണ്ണമായും മറച്ച ഇയാൾ ഇരുമ്പ് വെട്ടുകത്തി ഉപയോഗിച്ച് ATM തകർക്കുന്ന ദൃശ്യം CCTV-യിലുണ്ട്. കൃത്യം നടത്തിയ ശേഷം എടത്വ തകഴി റോഡിന്റെ തെക്ക് ഭാഗത്തേക്കുള്ള ഇടവഴിയിലൂടെ നടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംഭവ സ്ഥലത്തെത്തിയ DYSP KN രാജേഷ് ബാങ്ക് മാനേജർ പാർവതിയിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. എടത്വ ഇൻസ്പെക്ടർ M അൻവറിന്റെയും SI N രാജേഷിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുത്തു. പോലീസ് നായ സച്ചിൻ മണം പിടിച്ച ചക്കിടിക്കാട് തെക്കേത്തലയ്ക്കൽ പാലത്തിൽ മറുകരയിലുള്ള കുറ്റിക്കാട്ടിൽ വരെ എത്തി നിന്നു. വിരലടയാള വിദഗ്ധ പ്രതിഭ, ഫോട്ടോഗ്രാഫർ ബിൻസ്, ഡോഗ് സ്ക്വാഡിലെ ശ്രീകാന്ത്, സീനിയർ CPOമാരായ പ്രദീപ് കുമാർ, ശ്രീരാജ്, രാജീവ്, ജസ്റ്റിൻ രാജ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ജൂലൈ 9 ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കുന്ന മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ഹീറ്റ്സും ട്രാക്കും നിശ്ചയിച്ചു. ചൊവ്വാഴ്ച നെടുമുടി പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാപ്റ്റൻസ് ക്ലിനിക്കും ഹീറ്റ്സ് ട്രാക്കും നറുക്കെടുപ്പ് നടത്തിയത്. ട്രാക്ക് നമ്പർ 3 അടുത്ത കളിവെള്ളം ചുണ്ടൻ വെള്ളം. ട്രാക്ക് നമ്പർ 3 പങ്കെടുക്കുന്ന കളിവെള്ളം എടുക്കുകയാണ്. ചെറുതല പുത്തൻചുണ്ടൻ. തിങ്കളാഴ്ച നെടുമുടി പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാപ്റ്റൻസ് ക്ലിനിക്കും ഹീറ്റ്സും ട്രാക്കും നറുക്കെടുപ്പ് നടത്തിയത്. ഇതനുസരിച്ച് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ആദ്യ ഹീറ്റ്സിൽ 2-ാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും 3-ാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന ചെറുതന ചുണ്ടനും 2-ാം ഹീറ്റ്സിൽ 1-ാം ട്രാക്കിൽ കൈനഗരി UBC തുഴയുന്ന ആയാപറമ്പ് പാണ്ടിയും 2-ാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടനും 3-ാം ഹീറ്റ്സിൽ 3-ാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ് തുഴയുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയും മത്സരിക്കും. B ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് തുഴയുന്ന PG കരിപ്പുഴയും 2-ാം ട്രാക്കിൽ കൊടുപ്പുന്ന ബോട്ട് ക്ലബ് തുഴയുന്ന ചിറമ്മേൽ തോട്ടുകടവനും 3-ാം ട്രാക്കിൽ VBC ബോട്ട് ക്ലബ് തുഴയുന്ന പുന്നത്ര പുരയ്ക്കലും A ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ 1-ാം ട്രാക്കിൽ നടുവിലെ പുരയ്ക്കൽ കൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി തുഴയുന്ന നവജ്യോതി, 2-ാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന അമ്പലക്കടവനും 3-ാം ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് തുഴയുന്ന മണലിയും മത്സരിക്കും. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ഹീറ്റ്സ് നറുക്കെടുപ്പ് നെടുമുടി SHO നെഫൽ ഉദ്ഘാടനം ചെയ്തു. മൂലം ജലോത്സവം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ തഹസിൽദാർ JS R, TG ജലജകുമാരി,
MS ശ്രീകാന്ത്, സാബു കടമട, AV മുരളി, KG അരുൺകുമാർ, അജിത് പിഷാരത്ത്, അഗസ്റ്റിൻ ജോസ്, ജോപ്പൻ ജോയി, സതിയമ്മ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റ് വിഹിതം തടഞ്ഞ മെഡിക്കൽ കോളേജുകളെ സ്തംഭിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോൺസൺ എബ്രഹാം, MJ ജോബ്, ഡോക്ടർ KS മനോജ്, നെടുമുടി ഹരികുമാർ, KR മുരളീധരൻ, S ശരത്, S സുബാഹു, U മുഹമ്മദ്, സജി ജോസഫ്, TA ഹാമിദ്, P ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള നിരവധി രോഗികൾ വന്ന് അവരുടെ എഴുതി കൊടുത്ത ചീട്ട് കാണിച്ചിട്ടുണ്ട്. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് 6 മാസം കഴിഞ്ഞുള്ള സമയം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്ര ഗതികെട്ട ഒരവസ്ഥ ഈ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടർമാരും ഇല്ല, യാതൊരു തരത്തിലും സംവിധാനങ്ങളില്ല, ഒപ്പം ഡോക്ടർമാരുമില്ല. ഉള്ളത് ഹൗസ് സർജൻസ് ആണ്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഹൗസ് സർജൻസി വരെ ആകാത്ത കുട്ടികളെ വരെ അവിടെ കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഇരുത്തിയിരിക്കുകയാണ് രാത്രികാലങ്ങളിലും മറ്റുമൊക്കെ. അത് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ മേഖലയായി ഈ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്ന സാഹചര്യം ഇത് അതിഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം നഗരസഭയിൽ അംഗനവാടി നിയമത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയും BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കായംകുളം നഗരസഭയിൽ അംഗനവാടി നിയമത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണത്തിന്റെ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയും BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഈ അംഗനവാടി വർക്കർ നിയമനവും അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ കായംകുളത്ത് നഗരസഭയിലും അതേപോലെ ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തുകളിലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ. മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് R രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിപിൻ രാജ്, ബിജു അമ്പക്കാട്ട, കൗൺസിലറും ജില്ലാ സെക്രട്ടറിയുമായ രാജശ്രീ കമ്പത്ത്, കൗൺസിലർ സന്തോഷ് കണിയാപറമ്പിൽ, മേഖലാ ജനറൽ സെക്രട്ടറി മധുസൂദനൻ, സുഭാഷ് പാമൂട്ടിൽ, വേണുകുമാർ, സദാശിവൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കമായി. മരണത്തിന്റെയും അപകടത്തിന്റെയും ഒരു ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇത്തിരി ഭീകരമാണ്. ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യയിലെ കണക്ക് പെർ ഡേ 474 പേർ ആക്സിഡന്റിൽ മരിക്കുന്നതാണ്. അപ്പൊ ഏതാണ്ട് ഒരു ഏറ്റവും ഹൈയസ്റ്റ് ആയ റേറ്റ് ഒരു കണക്ക് വന്നേക്കുന്നത് 1,70,491 ഡെത്ത്, 4,61,312 റോഡ് ആക്സിഡന്റ് കേസ് റിപ്പോർട്ടഡായ കേസുകൾ മാത്രമാണ്. അത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്ന നമ്പറാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തം, ക്ലിനിക്കൽ വൈദഗ്ധ്യം, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സമൂഹ പങ്കാളിത്തം എന്നിവ സമന്വയിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്ക് പ്രാഥമികാരോഗ്യ പരിശോധനകളും കാഴ്ച, കേൾവി, ന്യൂറോ സംബന്ധമായ പരിശോധനകളും നടത്തും. അപകടമുണ്ടായാൽ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ലഭ്യമാക്കൽ എന്നിവയിൽ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനവും നൽകും. പരിശീലനം സിദ്ധിച്ച 25 മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തി റോഡുകളുടെ സുരക്ഷയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകും. ബുധനാഴ്ചകളിൽ രാവിലെ 9 മുതൽ പകൽ 12 വരെ കമ്മ്യൂണിറ്റി മെഡിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിവെന്റീവ് മെഡിസിന് സമീപമാകും ക്ലിനിക്കിന്റെ പ്രവർത്തനം. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്കുള്ള ചികിത്സയല്ല, മറിച്ച് അപകടം ഒഴിവാക്കാനുള്ള നടപടികളാണ് ക്ലിനിക്കിൽ ഉണ്ടാവുക. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അധ്യക്ഷനായി. ആലപ്പുഴ RTO AK ദിലു,
RMO ഡോക്ടർ PL ലക്ഷ്മി, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PS സഞ്ജയ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ നിഷ ജേക്കബ്, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സാൻ മരിയ ബേബി, കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കരോൾ പിൻഹൈറോ, ഡോക്ടർ വിശ്വകല എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിന്ദു വാസവ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. തയ്യൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന നിർധനരായ ഭിന്നശേഷി ദമ്പതിമാർക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ജപ്തി നോട്ടീസ്. തയ്യൽ ജോലി ചെയ്ത് കിട്ടിയ പണം കൂട്ടിവെച്ചുണ്ടാക്കിയതാണ് 4.25 സെന്റ് സ്ഥലവും കൊച്ചു വീടും. അത് നഷ്ടമായാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഭിന്നശേഷി ദമ്പതിമാരായ മുഹമ്മദ് ആര്യക്കര ഉമ്മാശ്ശേരി വീട്ടിൽ ഷിബുവിന്റെയും സനിജയുടെയും വാക്കുകളിൽ നിറയുന്നത് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആദിയാണ്. ജൂലൈ 31-ന് 4 ലക്ഷത്തോളം രൂപ നൽകിയില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാട്ടി സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് നോട്ടീസ് അയച്ചത്. തയ്യൽ ജോലിക്കാരിയായ ഷിബുവും സനിജയും തുണിക്കടയ്ക്കായി 2017 ഫെബ്രുവരിയിൽ 2,70,750 രൂപ കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തിരുന്നു. 5 വർഷ കാലാവധിയിൽ തിരിച്ചടയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ 9 തവണയെ തിരിച്ചടയ്ക്കാനായുള്ളൂ. ഷിബുവിന് നട്ടലിന് തകരാറുണ്ടായി ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ജന്മനാ പോളിയോ ബാധിച്ച് കാലുകൾ തകർന്ന ഷിബുവിന് ഇത് ഇരട്ടി ആഘാതമായി. ജോലി ചെയ്യാനാകാതെയായി. മുഹമ്മദ് പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുണ്ടായിരുന്ന സനിജയുടെ തുണിക്കട വാടക കൊടുക്കാനാകാതെ പൂട്ടി. പിന്നീട് മുഹമ്മദ് പോലീസ് സ്റ്റേഷന് പിന്നിലുള്ള വീട്ടിലേക്ക് തയ്യൽ ജോലികൾ മാറ്റി. സനിജയ്ക്കും ജന്മനാ കാലിന് സ്വാധീനമില്ല. അതിനാൽ ഇരുവർക്കും ചവിട്ടി തയ്ക്കാൻ പറ്റില്ല. ഇതിന് പരിഹാരമായി യന്ത്രവും വാങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ മുട്ടിന് ശസ്ത്രക്രിയ ചെയ്യേണ്ട സ്ഥിതിയാണ്. മക്കളില്ലാത്ത ഇവർക്ക് മറ്റാരും സഹായത്തിനുമില്ല. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മൂലം പലിശപ്പിഴ കോർപ്പറേഷൻ ഒഴിവാക്കി. മുതലും പലിശയും ചേർത്ത 3,83,666 രൂപ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ജപ്തി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി P. പ്രസാദിന് നിവേദനം നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അമേച്ചർ ആസ്ട്രോണമേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ചാപ്റ്ററും ചേർന്ന് ടെലസ്കോപ്പ് നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അമേച്ചർ ആസ്ട്രോണമേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ചാപ്റ്ററും ചേർന്ന ടെലിസ്കോപ്പ് നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ഗലീലിയോ മോഡൽ ടെലിസ്കോപ്പിന്റെ ശാസ്ത്രം, ചരിത്രം, നിർമ്മാണ രീതി എന്നിവയാണ് പരിചയപ്പെടുത്തുന്നത്. ജൂലൈ 6-ന് ചേർത്തല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടക്കുക. ഞായറാഴ്ച പകൽ 2-ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ T. പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവർ നിർമ്മിക്കുന്ന ടെലിസ്കോപ്പുകൾ സ്വന്തമാക്കാം. ശില്പശാലയിൽ പങ്കെടുക്കുന്നതിന് പ്രായപരിധിയും ഇല്ല. ടൈം ന്യൂസ്, ചേർത്തല. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമായ ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന്. NV പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് A. അരവിന്ദന്. പത്രപ്രവർത്തക അവാർഡ് ഇക്കുറി നൽകുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ദേശാഭിമാനിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചയാളാണ്. ഏതാണ്ട് 32 വർഷം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അതിലുപരി സാഹിത്യ രംഗത്ത് കവി എന്ന നിലയിലും ഗദ്യകാരൻ എന്ന നിലയിലുമൊക്കെ വലിയ സംഭാവനകൾ. ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പത്രരംഗത്ത്, അച്ചടി മാധ്യമ രംഗത്ത് ഉള്ള സമഗ്ര സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിനായിരുന്നു. ഇപ്പം ഇതാണ് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. 25,000 രൂപയാണ് അവാർഡ് തുക. ഇതിന് പുറമേ ഒരു ശില്പമുണ്ടാവും, ഒരു മംഗള പത്രമുണ്ടാവും. TD മെഡിക്കൽ കോളേജ് ഇതിൻ്റെ ഒരു സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ് ഈ ശ്രീ NV പ്രഭു. നമ്മുടെ പ്രസ് ക്ലബിൻ്റെയൊക്കെ സ്ഥാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് TD മെഡിക്കൽ കോളേജിൽ MBBS അവസാന വർഷ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള ഒരാൾക്ക് ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുക എന്നുള്ളതാണ്. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമായ NV പ്രഭു സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. NV പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ്, NV പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് എന്നിവയാണ് പുരസ്കാരങ്ങൾ. പത്രപ്രവർത്തക അവാർഡിന് പ്രശസ്ത പത്രപ്രവർത്തകനും കവിയുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ അർഹനായി. മെഡിക്കൽ അവാർഡിന് A. അരവിന്ദൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പത്രപ്രവർത്തക അവാർഡ്. 5,000 രൂപയാണ് മെഡിക്കൽ അവാർഡ് തുക. ജൂലൈ 2-ന് ആലപ്പുഴ YMCA ഹാളിൽ വൈകിട്ട് 4 മണിക്ക് ചേർന്ന സമ്മേളനത്തിൽ KC വേണുഗോപാൽ MP പത്രപ്രവർത്തക അവാർഡും ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ മെഡിക്കൽ അവാർഡും സമ്മാനിക്കും. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കളർകോട് ഹരികുമാർ, സെക്രട്ടറി A. ഷൗക്കത്ത്, അവാർഡ് നിർണയ സമിതി അംഗം P. ജയനാഥ്, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് JR കർത്ത, V. രാമചന്ദ്ര പ്രഭു, V. ഗിരീഷ് പ്രഭു, ട്രസ്റ്റ് അംഗം R. ജയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ.
ആലപ്പുഴ കളക്ടറേറ്റിൽ പട്ടികജാതിക്കാരനായ ജീവനക്കാരനെ ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ച 6 മാസം കഴിഞ്ഞിട്ടും പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്നിട്ടുള്ള ഒരു ജാതി വിവേചനത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പട്ടികജാതിക്കാരനായ ജീവനക്കാരെ ജാത്യാധിക്ഷേപം നടത്തി എന്നുള്ളതാണ് വിഷയം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അട്രോസിറ്റീസ് ആക്ട് 1989 പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം വളരെ വിദഗ്ധമായിട്ട് അട്ടിമറിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് FIR തയ്യാറായി കഴിഞ്ഞാൽ വിതിൻ 60 days 60 ദിവസങ്ങൾക്കകം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കുകയും ഇന്നിപ്പോൾ മാസം 6 കഴിഞ്ഞു. ഈ 6 കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ ശിരസ്തദാർ പ്രീത പ്രതാപൻ. കോടതി എന്ന് മാത്രമല്ല, പ്രതി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പ്രീത പ്രതാപൻ. അവർ ശിരസ്തദാരാണ് എന്ന് മാത്രമല്ല, അവർ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ സെക്രട്ടറിയും കൂടിയാണ്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ സെക്രട്ടറി ഒരു കേസിൻ്റെ പ്രതിസ്ഥാനത്ത് വന്നാലുള്ള അവസ്ഥാവിശേഷം നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആലപ്പുഴ കളക്ടറേറ്റിലെ പട്ടികജാതിക്കാരനായ ജീവനക്കാരനെ ജാതി അധിക്ഷേപം നടത്തി അപമാനിച്ചത് സംബന്ധിച്ച 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം SC 3/1R പ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസ് FIR തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ച 6 മാസം കഴിഞ്ഞിട്ടും പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. 2025 ജനുവരി 1-ാം തീയതി ആലപ്പുഴ കളക്ടറേറ്റിലെ ചൌക്കിദാർ രഞ്ജിത്തിനെ വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ ഹുസൂർ ശിരസ്ദാർ പ്രീത പ്രതാപൻ എന്ന ഉദ്യോഗസ്ഥ ഓഫീസിൽ പട്ടികജാതിക്കാർക്ക് പ്രത്യേകം ഹാജർ ബുക്ക് തയ്യാറാക്കിയത്. ചോദ്യം ചെയ്തതിൽ കുപിതയായ ഇയാൾ പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതി എന്ന് പറയുകയും കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാസ്തവ വിരുദ്ധമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ പരാതിക്കാരൻ്റെ പരാതി പരിഗണിക്കാതെ കളക്ടർ മറ്റൊരു പോസ്റ്റിലേക്ക് ഇയാളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ക്രൈം നമ്പറായ 420/2025 നമ്പറായി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമമനുസരിച്ച് FIR തയ്യാറാക്കിയിട്ടുള്ളതുമാണ്. ഈ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറാകാത്തതിൻ്റെ പേരിൽ പരാതിക്കാരൻ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും എതിർകക്ഷികളുടെ വാദം തിരസ്കരിച്ചുകൊണ്ട് കേസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുവാൻ കോടതി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവും നൽകിയിരുന്നു. എന്നാൽ ആ ഉത്തരവ് പോലീസ് മേധാവി കണ്ടിട്ടില്ലെന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. ജോയിന്റ് കൗൺസിൽ നേതാക്കന്മാരിൽ ചിലരുടെ നീതിക്ക് നിരക്കാത്ത ഇടപെടൽ മൂലവും പ്രതിയുടെ ഭരണ രാഷ്ട്രീയ സ്വാധീനവും മേലധികാരത്തിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ കോടതിയലക്ഷ്യം ഫയൽ ചെയ്ത മറ്റ് പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ച നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ തീരുമാനിച്ചതായി കോൺഫെഡറേഷൻ ഭാരവാഹികളായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV നടേശൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വയലാർ ധനഞ്ജയൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P രതീഷ് എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JLG ഗ്രൂപ്പുകളിലേക്കുള്ള ഓണക്കാല പൂക്കൃഷി തൈകൾ വിതരണം ചെയ്തു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JLG ഗ്രൂപ്പുകൾക്കുള്ള ഓണക്കാല പൂക്കൃഷി തൈകൾ വിതരണം ചെയ്തു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗം എന്നതിനപ്പുറത്ത് ഒരു ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്ത് ആദ്യം ഉണ്ടാകുന്ന കണ്ണൻ ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് വളരെ കൗതുകപൂർവ്വം ആരും നോക്കി നിൽക്കും എന്നുള്ളതാണ്. ഇവരുടെ മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂടി കരുതലോടുകൂടിയാണ് ഈ നീക്കം. ഇതിപ്പോൾ 4 പഞ്ചായത്തിലുമാകുമ്പോൾ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഇത്തരം ചെടികളുടെ കൃഷിയും അത് സമയത്ത് പരിപാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ എടുക്കാനും സാധിക്കും. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി അധ്യക്ഷനായി. ഒരു പഞ്ചായത്തിൽ 100 JLGകൾക്കാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത്. ആര്യാട് ബ്ലോക്ക് 4 പഞ്ചായത്തുകളിലും ഈ ആനുകൂല്യം നടപ്പാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിന് 150 തൈകൾ 120 ഉപഭോക്തൃ വിഹിതം വാങ്ങിയിട്ടാണ് നൽകുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജി, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M ചന്ദ്ര, CD വിശ്വനാഥൻ, PN സീമ, വിനോമ രാജു, ഷിജിമോൾ സജീവ്, സന്തോഷ് ഷൺമുഖൻ,
പ്രൊഫസർ PA കൃഷ്ണപ്പൻ, സലിമോൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AK എഡിസൺ, കൃഷി അസിസ്റ്റന്റുമാരായ K സന്തോഷ്, PD ഗീത എന്നിവർ സംസാരിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MS ലത സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സമീറ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കൊടുങ്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. ക്ഷേത്രം തന്ത്രി J തുളസീധരന്റെയും മേൽശാന്തി PR സുനിൽ രാജിന്റെയും കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. ചേർത്തല കൊടുങ്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി J തുളസീധരന്റെയും മേൽശാന്തി PR സുനിൽ രാജിന്റെയും കാർമ്മികത്വത്തിൽ നടന്നു. ഇതിനോടനുബന്ധിച്ച പ്രതിഷ്ഠാവാർഷികവും സംഘടിപ്പിച്ചു. താഴികക്കുട പ്രതിഷ്ഠ, കലശപൂജകൾ, പ്രതിഷ്ഠാവാർഷിക കലശാഭിഷേകം തുടർന്ന് പുനഃപ്രതിഷ്ഠയും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് VJ കൊച്ചാരങ്കട്ട, സെക്രട്ടറി ലാലപ്പൻ പനത്തറച്ചിറ, ട്രഷറർ S ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ 56ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ 56ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ജൂൺ 30 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ലക്ഷ്മികാന്ത് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. കണിച്ചോളകര ക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തികൾ വിഗ്രഹ സമർപ്പണം നടത്തി. പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഗ്രന്ഥസമർപ്പണവും ഷാബു വല്ലേവിളി കലവറ നിറയ്ക്കലും നടത്തി. തുടർന്ന് ആചാര്യവരണവും 7:30 ഭാഗവത മാഹാത്മ്യ പ്രഭാഷണവും ആരംഭിച്ചു. തുറവൂർ സുധീഷാണ് യജ്ഞാചാര്യൻ. ശശികുമാർ വേലംചിറ, സന്തോഷ് ഗോപാൽ കൊല്ലം, ദീപക് മണിമല എന്നിവരാണ് യജ്ഞപൗരാണികർ. ജൂലൈ 7-ാം തീയതി അഭിവൃത സ്നാനത്തോടുകൂടി ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കുറുപ്പംകുളങ്ങര കിഴക്കേ പുളിയങ്കോട് ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ കലശ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചേർത്തല കുറുപ്പംകുളങ്ങര കിഴക്കേ പുളിയങ്കോട്ട് ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ കലശ മഹോത്സവം സമാപിച്ചു. വാരനാട് ദേവീക്ഷേത്രം സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് തൃപ്പൂര കുളങ്ങരയിൽ നിന്നും ഗോളക സമർപ്പണ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ കലശപൂജയും കലശാഭിഷേകവും നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ജയപ്രകാശ് പോറ്റി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഓമനപ്പുഴ കുടിയാംശ്ശേരി വീട്ടിൽ ജോസ്മോന്റെ മകൾ 28 വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. എടത്വ ചക്കിടിക്കാട്ടിൽ ATM തകർത്ത് കവർച്ച നടത്താൻ ശ്രമം നടന്ന സ്ഥലത്ത് പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തി. ജൂലൈ 9 ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കുന്ന മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ഹീറ്റ്സും ട്രാക്കും നിശ്ചയിച്ചു. ചൊവ്വാഴ്ച നെടുമുടി പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാപ്റ്റൻസ് ക്ലിനിക്കും ഹീറ്റ്സ് ട്രാക്കും നറുക്കെടുപ്പ് നടത്തിയത്. കായംകുളം നഗരസഭയിൽ അംഗനവാടി നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയും BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തയ്യൽ ജോലി ചെയ്ത ഉപജീവനം നടത്തുന്ന നിർധനരായ ഭിന്നശേഷി ദമ്പതിമാർക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ജപ്തി നോട്ടീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.